ഞാനും അമ്മയും കൂടി ഈ മാരത്തോൺ നടത്തുമായിട്ട് പോകുന്നത് നമ്മുടെ തൊട്ടടുത്തുള്ള ശിവന്റെ അമ്പലത്തിലേക്കാണ്. എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്ന് നമ്മുടെ മഹാദേവന്റെ ജന്മനക്ഷത്രമായിട്ടുള്ള തിരുവാതിര ദിവസമാണ്. ഈ ഒരു ഡയലോഗ് കേട്ടപ്പോൾ ഈ വീഡിയോക്ക് എത്ര ദിവസത്തെ പഴക്കം ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ജന്മദിനമായിട്ട് വെറും കൈയോട് മഹാദേവനെ പോയി കാണുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ മഹാദേവന് ഇഷ്ടപ്പെട്ട കൂവളമാല വാങ്ങിച്ചുകൊണ്ട് നിൽക്കുവാണ് അമ്മ. നേരെ കോവിലിൽ കയറി തൊഴുതൊക്കെ ഇറങ്ങിയപ്പോഴാണ് ഇതേ ഒരാൾ ഒളിച്ചു നിൽക്കുന്നത് ഞാൻ കാണുന്നത്. ഒളിച്ചു നിന്നത് വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം അമ്പിളി മാമൻ. പിന്നെ പുള്ളിക്കാരെ എപ്പോൾ പുറത്തിറങ്ങുമെന്ന് നോക്കിക്കൊണ്ട് കുറച്ചു നേരം നിന്നു. ആൾ ഇപ്പോഴൊന്നും പുറത്തേക്ക് വരുന്ന ലക്ഷണം ഇല്ലാന്ന് കണ്ടപ്പോൾ ഞാൻ വേറെ കാര്യങ്ങളിലോട്ട് തിരിഞ്ഞു. തിരുവാതിര ദിവസമൊക്കെ ആയതുകൊണ്ട് തന്നെ ഇന്ന് പതിവിലും നല്ല ആൾക്കാരുണ്ടായിരുന്നു. ഞാനും അമ്മയും മാത്രം നടന്നു പോകുന്ന കണ്ടിട്ട് ആദപ്പൻ എവിടെയെന്നുള്ള ചോദ്യം നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിൽ വന്നിട്ടുണ്ടാവും. ആദപ്പന്റെ അവന്റെ അച്ഛൻ്റെ കൂടെ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് എൻ്റെ കയ്യിലേക്ക് ചേട്ടൻ ഒരു ബജി വെച്ചിരുന്നത്, നല്ല കുഞ്ഞു വാഴയ്ക്ക ബജി. പിന്നെ പിള്ളേർ സെറ്റിനെ കണ്ടു കഴിഞ്ഞാൽ ആദപ്പനെ പിന്നെ നമ്മളൊന്നും വേണ്ട, അവന്റെ പിള്ളേരുടെ കൂടെ തന്നെ അങ്ങ് ചേച്ചി ചേട്ടാന്നൊക്കെ വിളിച്ച് നടന്നോളും. ഞാൻ ആ സമയം കൊണ്ട് ഒരു ഗ്ലാസ് ചായയും വീണ്ടും ഒരു ബജിയും കൂടി അകത്താക്കി. അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ തിരുവാതിര കളി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണെന്നുള്ള അനൗൺസ്മെന്റ് വന്നത്. ഏകദേശം ഒരു 6-7 ടീമുകൾ എന്തോ ഉണ്ടായിരുന്നു തിരുവാതിര കളിക്ക് വേണ്ടിയിട്ട്. പക്ഷെ ആദപ്പൻ ഇരുത്തി പൊറപ്പിക്കാത്തതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം അവിടെ ഇരുന്ന് കാണാൻ പറ്റിയില്ല. അങ്ങനെ ആദ്യത്തെ തിരുവാതിര കഴിഞ്ഞപ്പോഴത്തേ കമ്പക്കെട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കണ്ടുകൊണ്ട് നിന്നപ്പോൾ അടുത്ത തിരുവാതിര സ്റ്റാർട്ട് ചെയ്തു. ഈ തിരുവാതിരയിൽ മുൻനിരയിൽ നിന്ന് കളിക്കുന്ന നമ്മുടെ ഒരു ചേച്ചി തന്നെയാണ്. അങ്ങനെ ആ തിരുവാതിര കണ്ടുകൊണ്ട് നിന്നപ്പോഴാണ് ഒളിഞ്ഞിരുന്ന അമ്പിളി മാമൻ പുറത്തു വന്നത് ഞാൻ കാണുന്നത്. മൂന്നാമത്തെ തിരുവാതിര ഒരു പിള്ളേർ സെറ്റിന്റെ ടീമായിരുന്നു. അടിപൊളിയായിട്ട് തന്നെ കളിച്ചു അവരും. കിട്ടിയ അവസരത്തിൽ ഞാനും ചേട്ടനും കൂടെ ഒരു സെൽഫിയൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് ആദപ്പനെ ഇവിടെ നിന്നൊക്കെ തപ്പി പിടിച്ചെടുത്തത് ബൈക്കിൽ കയറ്റി വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ ഇപ്രാവശ്യത്തെ നമ്മുടെ തിരുവാതിര ദിവസം അടിപൊളിയായിരുന്നു. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.